Hi friends, welcome to my YouTube channel H Media. Max Beginner to Advanced ട്യൂട്ടോറിയൽസിന്റെ 98th ലെസനാണിത്. ഈ ലെസണിലൂടെ rBDims എന്ന ഒരു മെഷറിംഗ് ടൂളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇന്റീരിയർ ആർക്കിടെക്ചർ പ്രൊജക്റ്റുകളിൽ വളരെ ഫാസ്റ്റായി ഒബ്ജക്റ്റുകളുടെ മെഷർമെന്റ്സ്, ഡിസ്റ്റൻസ്, ഡയമെൻഷൻസ് തുടങ്ങിയ എടുക്കുവാൻ ഈ ഒരു സ്ക്രിപ്റ്റിലൂടെ സാധിക്കുന്നതാണ്. ഇതൊരു ഫ്രീ സ്ക്രിപ്റ്റ് ആണ്. നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നെല്ലാം ഈ ഒരു വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. ആദ്യമായി ഒബ്ജക്റ്റുകളുടെ മെഷർമെന്റ് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നോക്കാം. നമ്മളിവിടെ കാണുന്ന ഈ ഒരു കോഫി ടേബിളിൻ്റെ മെഷർമെൻ്റ് ആണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു കോഫി ടേബിളിൻ്റെ മെഷർമെൻ്റ് എടുക്കുവാനായി ഈ ഒരു കോഫി ടേബിൾ സെലക്ട് ചെയ്യാം. അതിനുശേഷം മെഷർ എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. നമ്മൾ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ഈ ഒരു മെഷർമെൻറ്റ് ഇവിടെ കാണാവുന്നതാണ്. ഇതിൻ്റെ ലെങ്ത്, വിഡ്ത്ത്, ഹൈറ്റ് തുടങ്ങിയ നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. ഇതുപോലെ വളരെ ഫാസ്റ്റായി ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ മെഷർമെൻ്റ് എടുക്കുവാൻ നമുക്കിതിലൂടെ സാധിക്കുന്നതാണ്. ഈ ഒരു മെഷർ എന്ന ബട്ടണിൽ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാതെ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വ്യൂ പോർട്ടിൽ നിന്ന് ആ ഒരു മെഷർമെൻറ്റ് ഡാറ്റ റിമൂവ് ആകുന്നതാണ്. നമ്മൾ ഈ ഒരു മെഷർ ടൂൾ യൂസ് ചെയ്യുമ്പോൾ ഡിസ്പ്ലേയിൽ കാണുന്ന ഈ ഒരു ടെക്സ്റ്റിൻ്റെയും ലൈൻസിൻ്റെയും കളേഴ്സ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് മെഷറിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ പോയിന്റ് കളർ, ലൈൻ കളർ, ടെക്സ്റ്റ് കളർ തുടങ്ങിയ ഇവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ വ്യൂ പോർട്ടിൽ ഈ ഒരു കളേഴ്സ് അപ്ഡേറ്റ് ആവുന്നതായി നമുക്കിവിടെ ലൈവായി കാണുവാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇതിൻ്റെ ഡിസ്പ്ലേ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തായി ഡിഫറെൻറ്റ് സൈസിലുള്ള ഒബ്ജക്റ്റുകളുടെ മെഷർമെൻറ്റ്സ് ഒരേ സമയം ചെക്ക് ചെയ്യണമെങ്കിൽ മെഷർമെൻറ്റ് ചെക്ക് ചെയ്യേണ്ട ഒബ്ജക്റ്റുകൾ വ്യൂ പോർട്ടിൽ സെലക്ട് ചെയ്തുകൊണ്ട് മെഷർ എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. മെഷർ എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഇൻഡിവിജ്വലായി ഓരോ ബോക്സിൻ്റെയും സൈസുകൾ നമുക്കിവിടെ ലഭിച്ചിരിക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ള ഓരോ ഒബ്ജക്റ്റുകളുടെയും മെഷർമെൻറ്റ്സ് വളരെ ഫാസ്റ്റായി നമുക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് എടുക്കുവാൻ സാധിക്കുന്നതാണ്. അടുത്തായി മെഷർ എന്ന ഈ ഒരു ബട്ടണിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡിസ്റ്റൻസ് എന്ന ഈ ഒരു ടൂൾ നമുക്ക് ആക്സസ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ഡിസ്റ്റൻസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇതുപോലെ നമുക്ക് ചെക്ക് ചെയ്യാൻ ഈ ഒരു ടൂൾ യൂസ് ചെയ്യാവുന്നതാണ്. ഡിസ്റ്റൻസ് ടൂൾ യൂസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഡാറ്റ റിമൂവ് ചെയ്യാനായി ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാതെ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. കാൽക്കുലേറ്റ് ചെയ്ത ഡിസ്റ്റൻസിൻ്റെ ഡാറ്റ ഇതിലൂടെ ക്ലിയർ ആവുന്നതാണ്. അടുത്തതായി ഡയമെൻഷൻ എന്ന ഈ ഒരു ടൂളാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ടൂൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആക്സസ് ചെയ്യാവുന്നതാണ്. ആദ്യമായി ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ഡയമെൻഷനാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു ഡയമെൻഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫസ്റ്റ് പോയിന്റ് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഞാൻ ഈ ഒരു എൻഡ് പോയിന്റ് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യുകയാണ്. നമുക്ക് F3 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ഡയമെൻഷൻ ഇവിടെ ക്രിയേറ്റ് ആയതായി നമുക്കിവിടെ കാണാവുന്നതാണ്. നമുക്കിത് മൂവ് ചെയ്തുകൊണ്ട് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു ഡയമെൻഷൻ ലൈനിൻ്റെ ഏരോ, ടെക്സ്റ്റ് സൈസ്, കളർ തുടങ്ങിയവ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനായി നമുക്ക് ഈ ഒരു ഡയമെൻഷൻ എന്ന ഈ ഒരു ബട്ടണിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് സെറ്റിംഗ്സ് ആക്സസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ആരോ ടൈപ്പിൽ ഷോർട്ട്, ലോങ്, ഡോട്ട് എന്നിങ്ങനെയുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമ്മളിവിടെ ലോങ് ആരോ എന്ന ഈ ഒരു ഓപ്ഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ ആരോയുടെ സൈസ് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 25 ആണ് സെറ്റ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു ടെക്സ്റ്റിൻ്റെ സൈസും ഇവിടെ കാണാവുന്നതാണ്. നമുക്ക് ഈ ഒരു ടെക്സ്റ്റിൻ്റെ സൈസ്, കളർ തുടങ്ങിയ ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി അപ്ലൈ ആൻഡ് ക്ലോസ് എന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ആഡ് ചെയ്ത ഈ ഒരു ഡയമെൻഷൻ്റെ സെറ്റിംഗ്സ് ഈ ഒരു ടൂളിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഡയമെൻഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു ഏരിയയുടെ ഡയമെൻഷൻ എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു സൈസിൽ ഈ ഒരു ഡയമെൻഷൻ ഇവിടെ ലഭിച്ചതായി നമുക്ക് കാണാവുന്നതാണ്. ഇതുപോലെ ഏതൊരു മോഡലിൻ്റെയും ഡയമെൻഷൻസ് നമുക്ക് ഈസിയായി ചെക്ക് ചെയ്യാനും ആ ഒബ്ജക്റ്റുകളിൽ ഇതുപോലെ പ്ലേസ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഈ ഒരു ടൂൾ
പെർസ്പെക്റ്റീവ്, ഓർത്തോഗ്രാഫിക് തുടങ്ങിയ ഏത് വ്യൂ പോർട്സിലും യൂസ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. rBDims എന്ന ഈ ഒരു സ്ക്രിപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് വളരെ ഈസിയായി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന മോഡൽസിൻ്റെ ഡയമെൻഷൻസ്, മെഷർമെൻറ്റ്സ്, ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് തുടങ്ങിയ വളരെ ഈസിയായി നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതൊരു ഫ്രീ സ്ക്രിപ്റ്റാണ്. ഈ ഒരു സ്ക്രിപ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്ത് പ്രോജക്റ്റുകളിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതായി നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് ചെക്ക് ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുള്ള ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത സ്ക്രിപ്റ്റാണിത്. നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായി ഈ ഒരു സ്ക്രിപ്റ്റിനെ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ വ്യൂ പോർട്ടിലേക്ക് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാവുന്നതാണ്. നമ്മളിത് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത ഉടനെ തന്നെ നമുക്കൊരു ബട്ടനായി 3ds Maxൽ ഈ ഒരു rBDims എന്ന സ്ക്രിപ്റ്റ് ലഭിക്കുന്നതാണ്. നമുക്ക് ഈ ഒരു ബട്ടൺ 3ds Maxൽ എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിവിടെ നിന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒബ്ജക്റ്റുകളുടെ മെഷർമെൻറ്റ്, ഡയമെൻഷൻ തുടങ്ങിയ ചെക്ക് ചെയ്യാൻ യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.